ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് ലഡു ആണ്. നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ്. അത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, കുറച്ച് സമയം വറക്കേണ്ടതുണ്ട്. ചുവട് കട്ടിയുള്ള പാത്രമാണ് എപ്പോഴും നല്ലത്. ഗോതമ്പ് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ അത് പാകമാവാൻ തുടങ്ങിയെന്ന് നമുക്കറിയാം. നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കയ്യിലെടുത്ത് പയ്യെ ഒന്ന് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറന്നു പോകത്തക്ക രീതിയിൽ അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് വെന്തു എന്നാണ്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി നൈസ് പൊടിയാവണ്ട, തരിയുള്ള രീതിക്ക് പൊടിച്ചെടുത്താൽ മതി. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി, ആ പാത്രം വേണമെന്നൊന്നുമില്ല, നോൺ സ്റ്റിക്ക് ആണെങ്കിലും മതി. അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ഒഴിക്കാം നമ്മുടെ ആവശ്യത്തിന്. പിന്നെ അതിലോട്ട് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയതാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം നെയ്ക്കകത്ത്. ഒത്തിരി റോസ്റ്റ് ആവണ്ട, നിറമൊന്നും മാറുമൊന്നും വേണ്ട, ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് ഞാൻ ഇച്ചിരി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മധുരം ആവശ്യത്തിനുള്ള. അതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ശർക്കര ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇച്ചിരി ഏലക്ക പൊടിച്ചത്, പഞ്ചസാരയുടെ കൂട്ടത്തിൽ പൊടിച്ചതാണ്, 1 സ്പൂൺ പഞ്ചസാര കൂട്ടി അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് ഒരു ഉണങ്ങിയ പരുവത്തിനാകുന്നോടെ, ഒത്തിരി ഉണങ്ങണ്ട, ഉണങ്ങിയ പരുവത്തിനാകുന്നോടെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുവിധം നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഓഫ് ചെയ്തൊന്ന് തണുക്കാം. ഒത്തിരി തണുക്കണ്ട, ചെറിയൊരു ചൂടോടു തന്നെ നമുക്കത് ഉരുളകളാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ഗുണമുള്ളതുമാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വരയ്ക്കും, ബൈ.